ഓക്കെ ബൈ. ഇത്രയും ഭാഗങ്ങൾ സ്ക്രൂ ചെയ്തിട്ട് റണ്ണിംഗ് ബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്പർ സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. പാസ്റ്റിംഗ് ഒക്കെ ഇട്ട് കണ്ട ഈ ഒരു കണ്ടീഷനിലാണ് ഈ ബോണറ്റിൻ്റെ അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു വീഡിയോ ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു വണ്ടി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് വർക്കും കാര്യമെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുന്നേ ഞാൻ ആ ഒരു മാസം മുമ്പ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വാഹനം ഇപ്പോൾ ഒരു ഡൽഹിയിൽ നിന്നും അല്ലെങ്കിൽ യു പിയിൽ നിന്നും അല്ലെങ്കിൽ HR ഹരിയാനയിൽ നിന്നൊക്കെ വാങ്ങണ വാഹനം നമ്മൾ കേരളത്തിൽ സെയിൽ ചെയ്യണ രീതി, അപ്പോൾ അതിനുള്ള കുറച്ച് കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോവാ കാണാം. ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വണ്ടി റീപെയിൻറ്റ് ചെയ്യേണ്ട കസ്റ്റമർ നമ്മളെ CarJJയിൽ ഞങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞ കാരണം ആ വണ്ടി പെയിൻറ്റിങ് ചെയ്തില്ല. പക്ഷേ അതിക്ക് മുമ്പ് പാച്ചും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഒരു പാർട്സ് റീപ്ലേസ് ചെയ്യാണ്ട് ഇപ്പോൾ ബോണറ്റ് ആയാലും ഫെൻഡർ ആയാലും അതൊക്കെ ഭയങ്കര ഷോകം കണ്ടീഷനായിരുന്നു. അതായത് ഭയങ്കര മോശം കണ്ടീഷനായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഗ്യാരേജിൽ വന്നു. അവർ വണ്ടിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കസ്റ്റമർക്ക് അത് മനസ്സിലായത് ഈ പ്രോബ്ലം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഫെൻഡർ അതേപോലെ ബോണറ്റ് സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യാം, ബോഡി ഒന്നുകൂടി ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാം. സ്കർട്ടിങ് ഒക്കെ സ്ക്രൂ ചെയ്ത നിലയിലായിരുന്നു അതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ. അപ്പോൾ സ്ക്രൂ ചെയ്തതൊക്കെ മാറ്റിയിട്ട് നമുക്ക് കമ്പനി വരുന്ന മാതിരി പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ ബാക്ക് ബമ്പർ സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബമ്പർ മാറ്റി നമുക്ക് നോർമൽ സ്ക്രൂ ചെയ്യാണ്ട് തന്നെ ബമ്പർ ഫിറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ജോബ് കാർഡ് ഓപ്പൺ ചെയ്തു. ജോബ് കാർഡ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഏകദേശം ഒരു 1,36,000 രൂപ സംതിങ് എസ്റ്റിമേറ്റ് വന്നു ആ ജോബ് കാർഡ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടി നമ്മൾ ഫുള്ള് പുട്ടുവർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് ഡെൻറ്റിങ് എല്ലാം ചെയ്ത് ഇത് ഈ ഒരു സ്റ്റേജാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇത് അടിച്ചെങ്കിൽ 2K പ്രൈമർ ആപ്ലിക്കേഷൻ നടന്നായിരുന്നു. ഫ്രണ്ടിൽ ഈ ഒരു അടിച്ചത് നോർമൽ സർഫേസറാണ്. കാരണം പൗഡർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബോണസ് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വരുന്നത്. അപ്പോൾ നമ്മൾ 2K പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിൽ നോർമൽ സർഫേസിനും ബാക്കി അങ്ങോട്ട് 2K പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തി. ബാക്കിൽ അവിടെ രണ്ടാമതൊരു പുട്ടിവർക്ക് വന്ന കാരണമാണ് ഇവിടെ സർഫേസർ അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടി ഈ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് അടിക്കാൻ പോണ കളർ ഒരു വെറൈറ്റി കളർ തന്നെയാണ്. അത് അടിച്ചതിന് ശേഷം നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത ബൂത്തിൽ കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ ടോപ്പ് ബ്ലാക്ക്, ഇതിപ്പോൾ അണ്ടർകോട്ടാണ് ബ്ലാക്ക്. അതല്ലാണ്ട് നല്ല ബ്ലാക്ക് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് അതേപോലെ റൂഫ് അതേപോലെ തന്നെ വിൻഡോയുടെ ഭാഗത്ത് അതേപോലെ ബമ്പറിൻ്റെ ഈ ഒരു വശത്തും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ മാസ്കിങ് ചെയ്യണം ഇങ്ങനെ 12 ടോൺ കളേഴ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡാർക്ക് കളേഴ്സും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഏത് കളർ അടിക്കുമ്പോഴും നമ്മുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു ഫിനിഷിങ് കറക്റ്റ് അല്ലെങ്കിൽ ശരിക്കും ആ ഒരു മെനകളും കാര്യങ്ങളൊക്കെ എടുത്തുകയാണെങ്കിൽ എല്ലാം മിക്ക വീഡിയോകളും പറയുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡാർക്ക് കളേഴ്സാണ് പ്രത്യേകിച്ചും സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഈ ഒരു വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ മുന്നേ കണ്ടിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ ഫുള്ളായിട്ട് തന്നെ പ്രോപ്പർ ഷേപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് ഈ ഒരു കളർ നമ്മൾ അടിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു പിയാനോ ഫിനിഷിങ്ങും പ്ലസ് ഈ ഒരു ഫിനിഷിങ് ആകുമ്പോൾ തന്നെ വണ്ടി വേറെ ലെവലായിട്ട് നമ്മളിപ്പോൾ സെറ്റിങ്ങിന് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് പ്രൊജക്ടർ ബാക്ക് LED എന്നുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇതിൻ്റെ സെറ്റിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സും സാധനങ്ങളെല്ലാം പർച്ചേസിങ് കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഫോഗ് ലാമ്പ് ഡെലയുടെ ഫോഗ് ലാമ്പ് വാങ്ങിയിട്ടുണ്ട്. ബാക്കിൽ LED ടൈൽ ലൈറ്റ് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് DRL ഹെഡ് ലൈറ്റ്.
അങ്ങനെ വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയി. ഒരു കോമ്പിനേഷൻ കസ്റ്റമർ സെലക്ട് ചെയ്ത് നല്ലൊരു കോമ്പിനേഷനാണ്. റൂഫ് ബ്ലാക്ക്, അതേപോലെ ഫില്ലർ ബ്ലാക്ക്, അതേപോലെ മിനി കൂപ്പറിന് ഈ ഒരു ബ്രിട്ടീഷ് റൈസിങ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളറും നല്ല മാച്ചായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നോക്കിയാൽ പറയാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. അതിക്ക് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി പെയിൻറ്റിങ് ചെയ്യുന്ന രീതി, നമ്മളൊരു ഗ്യാരേജ്, ഇപ്പോൾ മാളിലുണ്ടെങ്കിൽ ഗ്യാരേജ്, അതുപോലെ തന്നെ കരുപ്പടനുണ്ടെങ്കിൽ ഗ്യാരേജ്, ഞാൻ മാക്സിമം ആ വണ്ടിക്ക് റീവർക്ക് വരാത്ത രീതിയിൽ, അതായത് പിന്നീട് ഒരു കംപ്ലൈൻറ്റ് വരാത്ത രീതിയിലാണ് മാക്സിമം ഞാൻ ഓരോ വണ്ടിയും ചെയ്യണത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 മാസം 2 മാസം മുമ്പ് ഒരു ടാക്സി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, സിൽവർ വണ്ടി. അപ്പോൾ ആ സിൽവർ വണ്ടി ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. ടാക്സി വണ്ടി ആകുമ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇയർലി പെയിൻറ്റിങ് ചെയ്യും. അതായത് വണ്ടി ടെസ്റ്റിന് കൊടുക്കണം, വർഷം വണ്ടി ടെസ്റ്റിന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ വർഷം ടെസ്റ്റിന് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ആർടിഒനെ കൊണ്ട് കാണിക്കാം, അതുപോലെ ടെസ്റ്റ് പാസ്സാകും, ആ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ടെസ്റ്റ് വർക്ക് ക്ലിയർ ആക്കണം എന്നുള്ള രീതിയിൽ നോർമൽ ഒരു ഗ്യാരേജിൽ കൊണ്ടുപോകും, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ ഈ ഗ്യാരേജിൽ ഈ വന്ന ഈ ഒരു വണ്ടിക്ക് ഒരുപാട് ലെയർ പെയിൻറ് ഉണ്ടായിരുന്നു. ഒരുപാട് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ലെയർ 5 ലെയറൊക്കെയാണ് പെയിൻ്റ് ഉള്ളത്. പക്ഷേ ഈ ഒരു പെയിൻറ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി കമ്പനി പെയിൻ്റ് അല്ല, ലോക്കൽ NC പെയിൻ്റ് ഒക്കെയാണ്. അപ്പോൾ ആ ഒരു വർക്ക് നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നപ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവുക, അത് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബോഡി ഫില്ലർ ആപ്ലിക്കേഷൻ നടത്തി പിന്നെ സർഫേസർ അടിച്ച് ആ ഒരു നമുക്ക് തുടങ്ങണം. പക്ഷേ ആ റിമൂവ് ചെയ്യണ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം നിങ്ങളോട് പറയാനുണ്ട്, സ്ട്രിപ്പിങ് നമ്മൾ പരമാവധി ഒഴിവാക്കും. നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് കെമിക്കൽ ഒഴിച്ചിട്ടുള്ള സ്ട്രിപ്പിങ് പരമാവധി ഞാൻ ബോഡിയുമേ ചെയ്യണത് ഒഴിവാക്കാറുണ്ട്. വേറെ ഒന്നല്ല, ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണം ബോഡി പിന്നീട് റെസ്റ്റ് വരാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സ്ട്രിപ്പിങ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഗ്യാരേജിൽ ഞങ്ങൾ സ്ട്രിപ്പിങ് ചെയ്യുന്നത് മാക്സിമം കുട്ടികളുടെയൊക്കെ യൂസ് ചെയ്ത് പതുക്കെ വലിച്ചെടുക്കും, അല്ലെങ്കിൽ സാൻഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. അങ്ങനെയാണ് സ്ട്രിപ്പിങ് ചെയ്യണത് കേട്ടോ. എന്നാൽ ഗതി കെട്ടിട്ടുണ്ടെങ്കിൽ സ്ട്രിപ്പിങ് ലിക്വിഡ് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ലിക്വിഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ലിക്വിഡ് യൂസ് ചെയ്തില്ല, ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് വന്നപ്പോൾ തന്നെ സ്ട്രിപ്പിങ്ങിന് വേണ്ടി തന്നെ ഏകദേശം ഒരു 10-15 ദിവസത്തോളം നമുക്ക് വേണ്ട വന്നു. കാരണം വേറെ ഒന്നല്ല, ഇതിൻ്റെ ഇന്നറിലുള്ള ഡോറേഞ്ചസുകൾ വരുന്ന ആ ഒരു പോർഷൻ വരെ നമുക്ക് പെയിൻറ്റ് സ്ട്രിപ്പ് ചെയ്ത് കളയേണ്ടി വന്നു. പക്ഷെ അവിടെ വരെ അവർ 3 ലെയറൊക്കെ 4 ലെയറൊക്കെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വണ്ടി സമയമെടുത്തു. ടാക്സി നമുക്കറിയാം, ഒരുപാട് നാളൊക്കെ ഗ്യാരേജിലിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് എന്തായാലും കുറച്ച് നാളത്തേക്ക് എന്തായാലും കസ്റ്റമർക്ക് ഉണ്ടാവില്ലെന്ന് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. കാരണം അത്രത്തോളം ഞങ്ങൾ സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അടിച്ചത് ക്യാപ്സിയിൽ വരണ തന്നെ 2K പ്രൈമറി ആപ്ലിക്കേഷൻ നടത്തി. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡെലിവറി കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഈ വണ്ടി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ലൈവായിട്ട് പറയണേ, ഇപ്പോൾ ആ വണ്ടി ബൂത്തിൽ കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളും വരാം. അപ്പോൾ അത് നമുക്ക് ആ നല്ല ക്വാളിറ്റിയിൽ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കംപ്ലൈൻറ്റ് വാഹനങ്ങൾ ഇപ്പോൾ ഇതുപോലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോർമൽ സർഫേസർ അടിച്ചിട്ടും നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും, ക്യാപ്സിയുടെ പ്രൈമർ അടിച്ചിട്ടും നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും. നോർമൽ സർഫേസർ നമുക്ക് 250 രൂപയ്ക്ക് കിട്ടുമ്പോൾ ക്യാപ്സിയുടെ പ്രൈമർ ആപ്ലിക്കേഷൻ കാര്യങ്ങളും ഫുൾ ട്രിന്നറും സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഏകദേശം 3500 രൂപ ഈ ഒരു മെറ്റീരിയലിന് പ്രൈമർ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം വരും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയും അതേപോലെ തന്നെ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗ്യാരേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. ഫൈനൽ ഷോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. 2015 രജിസ്ട്രേഷൻ ഒരു ഇന്നോവയായിരുന്നു. ഈ വണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. ഇത് ബ്രിട്ടീഷ് റൈസിങ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഇത് പിയാനോ ഫിനിഷിങ്, അതായത് റൂഫ് പിയാനോ ഫിനിഷിങ്ങും അതേപോലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ പിയാനോ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. വണ്ടി ഓൾറെഡി Type 4 2015 എന്ന് പറയുമ്പോൾ ഓൾറെഡി Type 4 വണ്ടിയാണ്. ഇതിൽ നമ്മൾ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുന്നത്തെ വീഡിയോ കണ്ടൊക്കെ അറിയാം, കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട് ബമ്പർ, ഗ്രില്ല്, ബോണറ്റിൻ്റെ ക്രോം കാര്യങ്ങളെല്ലാം നമ്മൾ റീപ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ സൈഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ മിററും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പിയാനോ ഫിനിഷിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്കർട്ടിങ് അറിയായിരുന്നു, മുന്നേ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് സ്കർട്ടിങ് കാര്യങ്ങളൊക്കെ ഫിറ്റിങ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി എങ്ങനെയാണ് കമ്പനി വരുന്നത് ആ രീതിയിൽ നമ്മൾ സ്കർട്ടിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫില്ലേഴ്സും കാര്യങ്ങളൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലും കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലുകൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ സൈഡ് വശങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം.
ബാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നോർമൽ ടൈപ്പ് 4 കൺവേർഷൻ ആ രീതിയിൽ തന്നെ ചെയ്തതാണ്. ഇവിടെ നിന്ന് ഇത്രയുള്ള ഈ ഭാഗം നമ്മൾ പിയാനോ ഫിനിഷിങ്ങും അതേപോലെ തന്നെ ഡിക്കിമ പറഞ്ഞ ഒരു ക്രോം പിയാനോ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ വരുന്ന ബമ്പർ റിഫ്ലക്റ്റ് LED ആഡ് ചെയ്തിട്ടുണ്ട്, LED ടൈലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു സ്പോയിലർ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, അത് പിയാനോ ഫിനിഷിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയൊക്കെ നമ്മൾ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ഫോർച്യൂണറിൻ്റെ പറഞ്ഞ ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റീരിംഗ് വീൽ ആഡ് ചെയ്തിരിക്കുന്നത്.